ഇത് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഒരു പാർട്ടീഷൻ കൊണ്ടുവരാം. ഹെവി ഒന്നുമല്ല, എന്നാലും മാക്സിമം നമുക്കിതാ ഇത്ര ഏരിയ വരെ ഈ ഒരു പാർട്ടീഷൻ. ഹലോ ഫ്രണ്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകളുള്ള വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വൈറ്റ് ഹൗസുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വൈറ്റ് ഹൗസ് തന്നെയാണ്, അതും റിനോവേറ്റ് ചെയ്ത ഒരു വൈറ്റ് ഹൗസ്. ഈ കാണുന്ന 15 സെൻറ്റ് പ്ലോട്ടിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനെ വളരെ മനോഹരമായിട്ട് ആർക്കിടെക്ട് സഫ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എക്കോ ഡിസൈൻ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് തോന്നും. കാരണം സ്പേസ് പ്ലാനിങ് ഇന്നത്തെ കാലത്ത് ഇൻറ്റീരിയറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പല ഫാമിലിക്കും ഉണ്ടാകുന്ന പ്രശ്നം, ഇവിടെ ആണെങ്കിൽ നോക്കാം, നമുക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവസി പ്രോബ്ലമാണ്. ഓപ്പൺ സ്പേസുകൾ കൊണ്ടുവരും, എന്നാൽ അത് നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. ചില സിറ്റുവേഷനിൽ നമുക്കൊരു പ്രൈവസി വേണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിന് സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലിവിങ്ങിൽ മനോഹരമായിട്ടുള്ള ഒരു സോഫ ഇവിടെ കൊടുത്തെങ്കിൽ എത്രയും വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടുന്ന് ഒരു ഡൈനിങ് സ്പേസിലേക്ക് പ്രൈവസിക്ക് വേണ്ടി ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ലൈഡർ നിങ്ങൾക്ക് കാണാം. ഈ സ്ലൈഡറിന് ഇതൊരു സ്ലൈഡിങ് അല്ലെങ്കിൽ ഫോൾഡിങ് ഡോർ തന്നെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഒരു പാർട്ടീഷൻ കൊണ്ടുവരാം. ഹെവി ഒന്നുമല്ല, എന്നാലും മാക്സിമം നമുക്കിതാ ഇത്ര ഏരിയ വരെ ഈ ഒരു പാർട്ടീഷൻ എത്തും. ആ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ പ്രൈവസിക്ക് വേണ്ടി ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു വ്യൂ വരില്ല. അങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു പർപ്പസ് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് വാളിൻ്റെ കൂടെ വുഡൻ സ്ട്രിപ്പുകൾ, തേക്ക് കൊണ്ടുള്ള വുഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മോൾഡിങ് സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസിക് ടച്ച് അല്ലെങ്കിൽ ഒരു കണ്ടംപററി ടച്ച് കൊണ്ടുവരാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സെൻറ്റർ ടേബിളും ഇവിടെ ഒരു കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഡോകൾ കാണാം. വിൻഡോകളിലെ ഷിയർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ കർട്ടൻസോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അതുപോലെ ഇവിടെ പെർഗോള സ്റ്റൈലിലാണ് ഇവിടെയുള്ള വിൻഡോ കൊടുത്തിട്ടുള്ളത്. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള വിൻഡോ ആണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മനോഹരമായ ഒരു സിറ്റിംഗ് ഇവിടെ കാണാം. അതുപോലെ തന്നെ നല്ല നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വെറുതെ ഇരിക്കാനുള്ളതല്ല കേട്ടോ, ഒരു റീഡിങ് സ്പേസാണ്. നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയകളാണ് ഇതുപോലുള്ള റീഡിങ് സ്പേസൊക്കെ. ഇന്ന് പല വീടുകളിലും ഇല്ലാത്തതും ഇതുപോലുള്ള സ്പേസുകളാണ്. കുട്ടികൾ ഫുള്ള് ഫോണിൽ കളിച്ച് നടക്കുകയാണ്. അതിനുമപ്പുറം അവരെ റീഡിങ്ങിലേക്ക് അല്ലെങ്കിൽ അവരെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഐഡിയകൾ വീടിനകത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ട മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതാ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് മാക്സിമം സ്പേഷ്യസ് തോന്നും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു സ്പേസിനെ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണാം നല്ല നാനോവൈറ്റ് ടോപ്പ് കൊണ്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. വൺ സൈഡിൽ ചെയറും വൺ സൈഡിൽ ടേബിളുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു വൈറ്റ് സ്റ്റെയർ നമുക്ക് കാണാം. മെറ്റലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനാണ്. അതുപോലെ തന്നെ ടൈല് കൊടുത്തിട്ടുണ്ട്. ടൈൽ തന്നെയാണ് സ്റ്റെപ്പിൽ, അതായത് ഫ്ലോറിലുള്ള സെയിം ടൈലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എപ്പോഴും സ്റ്റെയറിലേക്ക് വരുമ്പോൾ മാക്സിമം ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ടൈലുകൾ കൊടുക്കാൻ ശ്രമിക്കണം. അതുമാത്രമല്ല ഇവിടെ കൂടുതൽ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒഴിവായിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ഈ സ്റ്റെയറിൻ്റെയും അതുപോലെ തന്നെ റൂമിലേക്കും വരുന്ന ഒരു ഏരിയ പ്രൈവസി ഉണ്ട് താനും. അത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ഏരിയ, ട്രോഫി ഏരിയ ഒക്കെയാണ് ഈ കാണുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഷെൽഫ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണാം വലിയൊരു യൂണിറ്റാണ്, വാഷ് ബേസിൻ്റെ യൂണിറ്റാണ്. സ്റ്റോറേജ് ഉണ്ട്. ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് മിറർ ചെയ്തിട്ടുള്ളത്. മെറ്റൽ കൊണ്ടുള്ള ഡിസൈനാട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കോമൺ ടോയ്ലറ്റ് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഹാളിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഈ കാണുന്ന 2900 സ്ക്വയർ ഫീറ്റിലെ വീടിൽ 4 ബെഡ്റൂമോട് കൂടി മനോഹരമായിട്ട് റിനോവേറ്റ് ചെയ്ത വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീടും വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാൻ പോകുന്നത്, അതിൽ തന്നെ പ്രധാനമായിട്ട് ലാൻഡ്സ്കേപ്പ് പറയേണ്ടതുണ്ട്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കിണറുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്ലാന്റുകളാണ് നട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ വേണ്ടത്. ഇവിടെ തെങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ ആണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ എന്തെങ്കിലും ചെടികൾ വെക്കാതെ ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്നത്. അതല്ലേ, നാരങ്ങ ഉണ്ടായിട്ടുണ്ട്, ലെമൺ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഫലവൃക്ഷങ്ങൾ, ഇതാ ചക്കയൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ് വീടിൻ്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വീട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാനും അത് നോക്കി വളർത്തി പരിപാലിച്ച് കൊണ്ടുവരാനൊക്കെ വീടിൻ്റെ ഒരു ആംബിയൻസ് കിട്ടും. ശരിക്കും വീട് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറല്ല, അതൊരു എന്താ പറയുക, അതൊരു കൺസെപ്റ്റാണ്, ഒരു ആംബിയൻസ് ആണ്. അതാണ് ജീവിതം. അതിന് ഏറ്റവും മനോഹരമാകുന്ന ഒരു വീടാവട്ടെ നിങ്ങളുടേതൊക്കെ. ഈ കാണുന്ന വീടിൻ്റെ ഒരു ഡിസൈൻ വൈറ്റ് ഹൗസാണ്. മൊത്തം എലമെൻറ്റ്സ് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഗ്രേ കളറുള്ള ക്ലേ ഓടുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ പില്ലറുകളും അല്ലെങ്കിൽ തൂണുകളൊക്കെ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ്ങിൽ എക്സ്ട്രാ വരുന്ന നമ്മുടെ വിൻഡോകളടക്കം UPVCയിൽ വൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഏരിയയിൽ ടൈലുകൾ മാത്രമാണ് ഒരു ക്രീം കളറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വീടിൻ്റെ കോമ്പൗണ്ട് മൊത്തമായിട്ട് ഇതുപോലെ നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് എനിക്ക് ഇവിടുന്ന് എടുത്തു പറയാനുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ടെക്നിക്ക്. ഇവിടെ നമുക്ക് സ്റ്റെപ്പിലേക്ക് കയറുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് നമ്മളെ നാച്ചുറൽ സ്റ്റോണിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വരുന്ന ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് ടൈലിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് ഹൗസിൽ ഒരു കളർ ഡിഫറൻസ് വേരിയേഷൻ വരുന്നത് ഫ്ലോറിങ്ങിലാണ്. ഇത് പലപ്പോഴും നമ്മൾ വൈറ്റ് ആയിട്ടുള്ള ഫ്ലോർ കൊടുക്കുമ്പോൾ 2-3 വർഷം കൊണ്ടൊക്കെ ഡാമേജ് ആയി പോകുന്ന കണ്ടിട്ടുണ്ട്. അത് വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ കളർ വേരിയേഷൻ വന്നിട്ടുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരുപാട് ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അതായത് ഒരു സൈഡിലെ ഒരു സിറ്റിങ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വേറെ സിറ്റിങ്, പിന്നെ ഒരു ഊഞ്ഞാൽ. ഈ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് സെറ്റിങ്സിന് അപ്പുറമാണിത്. കാരണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇരിക്കാം, ഒരാൾക്ക് അവിടെ ഇരിക്കാം, നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ, അടുത്തല്ലെങ്കിലും ഒരു ഫാമിലിക്ക് വൈഡായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ്. കാരണം നാച്ചുറൽ ഏരിയ ആണ്. ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഊഞ്ഞാലാണ്. നമ്മൾ വുഡ് കൊണ്ടുള്ള ഊഞ്ഞാലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മെറ്റലിനാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഊഞ്ഞാൽ. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന സിറ്റിങ് ഇത് മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തതെങ്കിലും ടോപ്പിൽ വരുന്നത് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് ഇതുപോലെ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഗ്രീനറിയുടെ ഇടയ്ക്ക് ഈ ഒരു വൈറ്റ് വരുമ്പോൾ നല്ലൊരു ഫീല് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്നത് മെയിൻ ഡോർ. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ ഡോറും കീപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല വുഡ്, തേക്ക് വുഡ് കൊണ്ട് ചെയ്ത ഡോറിനെ വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ആർക്കിട്രൈവ് അത് മെറ്റലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോകൾ നേരത്തെ പറഞ്ഞ പോലെ UPVC വിൻഡോകളാണ് വീടിന് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഹാളിൻ്റെ സ്പേഷ്യസ് നമുക്ക് മനസ്സിലാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കണം. നമ്മൾ ഫ്രണ്ട് ഏജിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഡോറ് നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക്, കണ്ടില്ലേ, അത്രയും സ്പേഷ്യസ് ആണ് ഇവിടെയുള്ള ഒരു ഏരിയ. നമുക്ക് ഈ ഒരു ഹാളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 റൂമും എക്സ്ട്രാ വരുന്ന ഇവിടെ ഒരു റീഡിങ് ഏരിയ, നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള ഒരു പ്രൈവസിയുള്ള ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയും ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഫിനിഷിലാണ് ഈ ടെക്സ്ചർ ഉള്ളത്. അത് TV ഏരിയ ആണ്. ഈ ഒരു ഏരിയ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം, കൂടുതൽ ആർഭാടങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിലേക്കാണ് വരേണ്ടത്. പാസേജിൽ തന്നെ നമുക്ക് നേരത്തെ ഡൈനിങ് പറഞ്ഞപ്പോൾ നമ്മൾ സീലിങ്ങിലേക്ക് പറയാൻ വിട്ടുപോയി. അടിപൊളിയായിട്ടുള്ള ലൈറ്റുകളാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഈ വരുന്ന എല്ലാ സീലിംഗ് ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പോർഷനായിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ബീമിൻ്റെ ഇപ്പുറം വരുന്ന ഭാഗം ഡബിൾ ഹൈറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിലും ലൈറ്റ് ഡിസൈനുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കോവ് ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം കണ്ടാലോ. ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ഡബിൾ ഹൈറ്റിൽ ഇതിൻ്റെ ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലെ വുഡ് കൊണ്ടുള്ള ഹെഡ് ബോർഡുകൾ അത്ര കാണാറില്ല. ഇത് വുഡിൽ തന്നെ, തേക്ക് വുഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഹെഡ് ബോർഡാണ്.
മൾട്ടിവുഡിൽ അല്ലെങ്കിൽ പ്ലൈവുഡിലൊക്കെ ഡിസൈൻ ചെയ്ത് ഫാബ്രിക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് സാധാരണ ഇൻറ്റീരിയറിൽ കാണാറുള്ളത്. ഇവിടെ ഉള്ളത് കൂടുതൽ വുഡിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ വാളിൽ വന്ന ഡിസൈൻ ഇത് പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. നമുക്ക് പല രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എക്സ്ട്രാ പാനലുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് അത് പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുള്ള വിൻഡോകൾ നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ ഷിയർ കണ്ടപ്പോൾ ഇവിടെ വന്നത് കേർട്ടൻസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള സീലിംഗ് ജിപ്സം സീലിംഗ് കൊണ്ട് ഒരു റെക്റ്റാങ്കിൾ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഒരു ലൈറ്റ് ഇവിടെ കാണാൻ നമുക്ക് ഒരു ഡ്രോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സൈഡ് ടേബിൾ എന്നുള്ളത് ഇവിടെ ഒരു ക്രിഡൻസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഒരു ടേബിളല്ല, നമുക്ക് മാക്സിമം ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ രണ്ട് സൈഡിലേക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ബ്ലോക്കിംഗ് വരണ്ട എന്നുള്ളത് കൊണ്ടും ആണ് ഇത് ഡബിൾ സൈഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റീരിയറിൽ എപ്പോഴും നമ്മൾ ഒരു സൈഡിലും രണ്ട് സൈഡിലും ടേബിൾ വേണമെന്ന് വാശി പിടിക്കേണ്ട, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈ റൂമിൽ ഇവിടെ ഒരു ഓഫീസ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡ് പ്ലസ് മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്, അതും വൈറ്റ് കളറിലാണ്. അതുപോലെ ഇവിടെയുള്ള ഒരു ഷെൽഫും എക്സ്ട്രാ ഷെൽഫും ഈ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാസ്റ്റർ റൂം ആയതുകൊണ്ട് ഒരു മാസ്റ്റർ ടോയ്ലറ്റും ഇതിനകത്തുണ്ട്. മനോഹരമായ കിഡ്സിൻ്റെ റൂമാട്ടോ കാണിക്കുന്നത്. ഈ കാണുന്ന റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വിശാലമായിട്ട് റൂമാണ്. സാധാരണ രീതിയിൽ ബെഡുകൾ ഇങ്ങനെ മിഡിലാക്കി ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഡിസൈനേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ഐഡിയ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ എത്ര റൂം ഡിസൈൻ ചെയ്താലും 1-2 മാസമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിസൈൻ ചെയ്ത ബെഡ് കോട്ട് ചുമരിലേക്ക് ഇങ്ങനെ സൈഡ് ആക്കിയിടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഭാവിയിൽ ആക്കിയിടണ്ട എന്നല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കംഫർട്ടാണ്. അപ്പോൾ ചെറിയ കിഡ്സിൻ്റെ റൂമൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ 3 അടി എന്നുള്ളത് കുറച്ചൊക്കെ സൈസ് കൂട്ടിയിട്ട് ബെഡ് അല്ലെങ്കിൽ ബെഡ് കോട്ട് ഡിസൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 അടിയിലെ ബെഡ് കോട്ടിൻ്റെ താഴെ മാക്സിമം സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ടോ, കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെയും പ്രൈവസിക്ക് പ്രാധാന്യം നൽകി കേർട്ടൻസ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലും ഒരു റെക്റ്റാങ്കിൾ കോവ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പണബിൾ ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ ലൂവേഴ്സ് വെച്ചിട്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമും ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടിയ റൂം തന്നെയാണ്. നമ്മളുള്ളത് ഈ വീടിൻ്റെ കിച്ചണിലാണ്. കിച്ചണിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് കൊണ്ടുള്ള ടോപ്പ് തന്നെയാണ്. ഈ ടോപ്പിലേക്ക് ഗ്രേ കളർ വരുന്ന മൈക്കയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഡോറുകളെല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഗ്ലെൻ എന്നുള്ള ബ്രാൻഡിൻ്റെ ചിമ്മിനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുബ് ആൻഡ് ഹുഡും ഗ്ലെന്നിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ബ്ലാക്ക് കളർ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഏരിയയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വൈറ്റ് കളറുള്ള ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ഇവിടെ എക്സ്ട്രാ ഒരു കിച്ചണും കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്പേസ് എന്നുള്ള നിലക്ക് ഒരു അലൂമിനിയം കിച്ചൺ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലാർ ലുക്കിൽ തന്നെയാണ് ഈ ഒരു അലൂമിനിയം കിച്ചണും ഉള്ളത്. ഈ ഒരു ഏരിയയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓപ്പണിങ്സ് ആണ്. ഇവിടെ UPVCയിൽ മാക്സിമം വെന്റിലേഷൻ അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന വിൻഡോകളാണ് കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഹൈ ചെയർസ് ഇവിടെ കൊടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഈസിയാക്കും. അതുപോലെ തന്നെ ഇവിടെ 2 ഷെൽഫുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മനോഹരമായ വൈറ്റ് ഹൗസിൻ്റെ 1ാമത്തെ നിലയിലാണ് ഉള്ളത് കേട്ടോ. ഈ ഹാൻഡ് റെയിൽ ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ലാൻഡിങ്ങിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്രിഡൻസ് അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ് കൊണ്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നുകൂടെ സേഫ്റ്റിക്കും അല്ലെങ്കിൽ ഒരു ഡിസൈനൊക്കെ അനുസരിച്ചുള്ള മെറ്റൽ റാഡ് കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ഗ്രില്ല്, അതിലേക്ക് വുഡ് കൊണ്ടുള്ള ഡിസൈനും കൊടുത്തിട്ടാണ് ഇവിടെ ഇത് മനോഹരമാക്കിയിട്ടുള്ളത്. നല്ല നാച്ചുറൽ പ്ലാന്റ്സ് മാത്രമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വലിയൊരു ഹൈ പോർഷൻ തന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെപ്പ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡിലേക്കുള്ള ഏരിയ, നമുക്ക് റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഗാർഡൻ ഏരിയ എന്നൊക്കെ പറയുന്ന ഏരിയ ഇവിടെ ഒരു ഡോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും അലൂമിനിയത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അവിടെ മനോഹരമാക്കിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 2 സൈഡിലെയും റൂഫ് കാണാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് ലിവിങ്ങിലേക്ക് അതിലൊരു ബാൽക്കണി വ്യൂവും ഉണ്ട്.
ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡിസൈനർ കുറച്ച് ഡിസൈൻ ടച്ചുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ എക്സ്പെൻസീവ് ആക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഹാളിൽ വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്, വൈറ്റ് സീലിംഗ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള 2 റൂമാണ്. അതിൽ ഒരു റൂമാണ് കാണുന്നത്, വലിയ വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. ഈ ഒരു സ്പേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്, ബെഡ് കോട്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ ഷെൽഫുകൾ എന്ന് പറയുന്ന ഒരു 5-6 ഷെൽഫുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീട്ടിൽ ചെയ്ത സ്പെഷ്യലായിട്ടുള്ള ഫർണിച്ചറുകൾ. ഇവിടെ ബെഡ് കോട്ടിൻ്റെ ഡിസൈൻ കാണാം, നമ്മൾ റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെതർ കൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടലായിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സിമെൻറ്റ് കൊണ്ടുള്ള, അതുപോലെ ക്ലേ കൊണ്ടുള്ള ബ്രിക്കുകൾ, അങ്ങനെയുള്ള ബ്രിക്കുകളാണ് ഇതിൽ വാളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള റൂമാണ്. ഒരു മനോഹരമായ ഗേൾസ് റൂം കണ്ടാലോ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി, കുറേ കളറുകളൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്ത അല്ല, ഫ്ലോറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ കനത്തിൽ ടൈല് കൊണ്ട് വുഡൻ സ്ട്രിപ്പാട്ടോ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഇരിപ്പിടവും സെറ്റ് ചെയ്തു. ഇതാണ് ഈ ഒരു ബെഡ്റൂമിലെ ഒരു ആംബിയൻസ്. ഗേൾസ് റൂമൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ ചെയ്യാറുണ്ട്, കുറേ പിങ്ക് കളറിൽ, ബ്ലൂ കളറിലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെയുള്ള ഹൊറിസോണ്ടൽ വിൻഡോ ഈ ഒരു ഭാഗത്തും അതിൻ്റെ കേർട്ടനും വരുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ സാധാരണ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിലും വൈറ്റ് കേർട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്, വാർഡ്രോബ് വരുന്നുണ്ട്, ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത്രയാണ് ഈ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റൂമിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു എക്സ്ട്രാ സ്പേസ് ആണ്. ടെറസുകൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു റീഡിങ് കോർണറായിട്ടാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എക്സ്ട്രാ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവസി ഉള്ള, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു ഏരിയ എന്ന് പറയണം ഈ ഒരു ഏരിയയെ. വീടുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുക, നമ്മളെ ഐഡിയകൾ നമ്മൾ എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ ആർക്കിടെക്റ്റായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ മനോഹരമായ വീട് റിനോവേഷനാണ്. ഓൾറെഡി ഉള്ള വീടിൻ്റെ പല ഭാഗങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ് ഈ റിനോവേഷന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് സഫയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഏരിയകളൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായ വീടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.